ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര ഫേവറേറ്റ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ബ്രാൻഡാണ്. നമുക്ക് സിറ്റി ഡ്രൈവിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബ്രേക്കിങ്ങിനകത്ത് ഒരു കോംപ്രമൈസും KTM കൊടുത്തിട്ടില്ല. ഇതിനടുത്ത് ബിഗ്ഗായിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. KTMൻ്റെ പുതിയ സൗണ്ട്, നേരത്തെ ഉള്ള സൗണ്ട് തന്നെയാണ്, എങ്കിലും പുതിയൊരു എഞ്ചിനിലൂടെ വന്നിരിക്കുകയാണ്. 160 125 ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ അത് വേണ്ട. നമ്മുടെ 160 എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KTM 160 എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രൈസിങ്ങും ബെറ്ററാണ്. നമുക്ക് KTM ബൈക്സ് ഒക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് ലക്ഷറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം പ്രൈസിംഗ് ഉണ്ട്. ഇപ്പോൾ 390 ഒക്കെ ഒരാൾക്ക് നല്ല പ്രൈസിംഗ് ഉണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 2 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു പ്രൈസ് ബ്രാക്കറ്റിൽ എന്നാൽ കണ്ട എന്താണ് ഒരു 200ൻ്റെയൊക്കെ ലുക്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു കുഞ്ഞു ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. 160 164 cc ഉണ്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര ഫേവറേറ്റ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് ബ്രാൻഡാണ്. നമുക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോഴും എന്താണ് ഒരു റേസിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്തൊരു ബ്രാൻഡാണ്. ആദ്യത്തെ പെർഫോമൻസ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, അത്രത്തോളം മാരക പെർഫോമൻസ്. അത് വെച്ചാൽ ഒന്ന് ഒതുക്കേണ്ടി ഒന്നുമില്ലേ, ഭയങ്കര എന്താണ് ഇത്രത്തോളം ത്രോട്ടിൽ റെസ്പോൺസ് തരുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആക്കി, കുറച്ചുകൂടെ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ എന്താണ് മാന്യമായ രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായി മാറി. അതിലും ഒരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും 160. കാരണം നമ്മളിപ്പോൾ ഓടിച്ച സമയത്ത് ഇപ്പം 390 ഓടിക്കുന്ന പോലല്ല, കുറച്ചുകൂടെ എന്താണ് സൈലൻ്റായിട്ട് നമുക്ക് സിറ്റി റൈഡിനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ചെയ്തു വന്നിരിക്കുന്ന ഒരു വാഹനം. അതാണ് 160 എന്ന് പറയുന്നത്. 160ൽ 3 കളറുണ്ട്. ഈ കാണുന്ന കളറുണ്ട്, പിന്നെ ഗ്രേ ബേസ് ചെയ്ത് വരുന്ന കളറുണ്ട്, ഈ ബ്ലാക്ക് വന്നിട്ട് ഗ്രേ വരും, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ. ഈ 3 കളറിലാണ് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വേരിയൻ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് അഡീഷണൽ ഓപ്ഷനായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്യാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് കാര്യം ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ എൻജിൻ നിങ്ങൾ വിചാരിക്കും പവറൊക്കെ കുറവാണ്, 160 അല്ലേ. പക്ഷേ പവറൊന്നും കുറവൊന്നുമില്ല. നമ്മുടെ 200ൻ്റെ DOHS എഞ്ചിൻ ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് എഞ്ചിൽ 1 കിലോളം വെയിറ്റ് കുറച്ച് SOHC ആക്കി മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം രസമാണ് ഓടിക്കാൻ. നമുക്ക് സിറ്റി ഡ്രൈവിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. 164 cc ആണ് എഞ്ചിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 120 എന്ന് പറയുന്നെങ്കിൽ 164 വരുന്നുണ്ട്. ഇതിൻ്റെ പവർ BHP നോക്കുകയാണെങ്കിൽ 19 BHP നമുക്ക് ഒരു 9500 RPM കിട്ടും. ഒരു 4500 RPM തന്നെ ഒരു 40% മേളിൽ പവർ ഈ ഒരു എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല റിഫൈൻമെൻ്റ് ഉണ്ട്. ചെറിയൊരു വൈബ്രേഷൻ സാധാരണ നമുക്ക് ഇതിൽ കാണുന്ന പോലെ വളരെ ലൈറ്റായിട്ട് വൈബ്രേഷൻ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ ഓടിച്ചാൽ. പിന്നെ നമുക്ക് അതുപോലെ ടോർക്ക് വരുമ്പോഴത്തേക്ക് 15.5 അത് 7500 RPMലാണ് ആ ഒരു ടോർക്ക് കിട്ടുന്നത്. ഇനി മൈലേജ് ആയിരിക്കും എല്ലാവരുടെയും അടുത്ത സംസാര വിഷയം. കുറവൊന്നുമില്ല, ഒരു 40 അടുപ്പിച്ച് മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിന് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയാണ് ഒരു ബേസിക് കാര്യം. പിന്നെ അതുപോലെ 0 to 60 പറയുമ്പോഴത്തേക്ക് ഒരു 4.5 സെക്കൻഡ്സിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല എഞ്ചിൻ. 200 എഞ്ചിനെ റീവാമ്പ് ചെയ്തിട്ടാണ് ഈ ഒരു തരത്തിലേക്ക് ഒരു 160 എന്ന കൺസെപ്റ്റിലേക്ക് SOHCയിലേക്ക് മാറ്റി ചെയ്തിരിക്കുന്നത്. അപ്പം 200 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 കിലോ എഞ്ചിന് വെയിറ്റ് കുറച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓവറാൾ വണ്ടിയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 200 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 12 കിലോയോളം വെയിറ്റ് കുറവുണ്ട്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഇത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈവൻ ചേസിൽ ഉൾപ്പെടെ ഇത് നമുക്ക് ഈ ട്യൂബുലാർ ഫ്രെയിമാണ് നമുക്കറിയാം. ഈ ഒരു ചേസിനകത്ത് തന്നെ ഒരുപാട് വെയിറ്റ് കുറച്ചു, ഇതിൻ്റെ സൈസ് കുറച്ചു, അതുപോലെ ഫുഡ് റെസ്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം അതുപോലെ നമ്മുടെ ഗ്രാബ് ഹാൻഡിലിൽ മാറ്റം കൊണ്ടുവന്നു. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു 12 കിലോ വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞത്. വേറെ മോശം കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഈ ഒരു വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് കുറച്ചത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പില്ലിയൻ സീറ്റ് അത്യാവശ്യം ബിഗ്ഗറാണ്. അപ്പോൾ ബാക്കിൽ നല്ലപോലെ ആക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് പില്ലിയൻ സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ബാക്കിലെ സസ്പെൻഷൻ ഒരു 37 mm നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് ഇതിൻ്റെ ഒരു ട്രാവൽ വരുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ആ ഒരു 8 mm കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8 mm ട്രാവൽ കൂടുതൽ വരുന്നുണ്ട്. കോമ്പറ്റീഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത്. 200 അറിയാമല്ലോ, സെയിം മാച്ച് ചെയ്തിട്ടുള്ള ഫോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ വീൽ നോക്കുമ്പോഴും ആ 200 മാച്ച് ചെയ്യുന്ന അതേ വീൽ സൈസ് വരുന്നുണ്ട്. നമുക്ക് അലോയ് വീലാണ് വരുന്നത്. പ്രൊഫൈൽ വരുന്നത് നമുക്ക് 110 70 17 ടയർ പ്രൊഫൈൽ വരുന്നത്. ഇനി ഡിസ്ക് ബ്രേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 350 mm വരുന്ന ബിഗ്ഗറായിട്ടുള്ള ബ്രേക്കിങ്ങിനകത്ത് ഒരു കോംപ്രമൈസും KTM കൊടുത്തിട്ടില്ല. അതിനടുത്ത് ബിഗ്ഗറായിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. റേഡിയൽ കാലിപ്പേഴ്സാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 320 mm ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്.
അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. വീല് പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം തന്നെയാണ് ഡിസ്ക് പാഡ് ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കിട്ടും. അത്യാവശ്യം സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ബ്രേക്കിങ്ങിനകത്ത് യാതൊരു കോംപ്രമൈസും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര ബിഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസൈൻ എലമെൻറ്റ് ഫ്രണ്ടിലെ കാര്യം നോക്കുമ്പോൾ നമുക്ക് LED ഹെഡ് ലാമ്പ് തന്നെയാണ് വരുന്നത്. നമുക്ക് നോർമലി KTMൽ കാണുന്ന ആ ഒരു സെയിം ഹെഡ് ലാമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്ക് ആ സ്ലീക്കായിട്ടുള്ള ട്രെയിൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹസാർഡ് ഓപ്ഷൻ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്. അതാണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്പിയറൻസ്. പിന്നെ നമുക്ക് മിറർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്ലീക്കായിട്ടുള്ള ഒരു മിറർ ഡിസൈൻ. ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റും. 850 mm ആണ് നമുക്ക് ഒരു സാഡൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. 147 കിലോയാണ് വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും ചോദിക്കാം. ഈ സൈസൊക്കെ കാണുമ്പോഴത്തേക്ക് 10.1 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ സ്ലീക്കായിട്ടുള്ള ടാങ്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ ബിഗ്ഗർ സൈസിലേക്ക് KTMൻ്റെ ഒരു സ്റ്റൈലാണല്ലോ, ആ ബിഗ്ഗർ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ്. ഇനി അഡീഷണൽ ഒരു ബ്ലൂ കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കളർ കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കളേഡ് TFT ഒന്നുമല്ല, നോർമലായിട്ടുള്ള നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള TFT ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ പഴയ കാൽക്കുലേറ്ററൊക്കെ കാണുന്ന പോലുള്ള അതേ TFT. ഇതിനകത്ത് നമുക്ക് സ്പീഡോമീറ്ററും അതുപോലെ RPM മീറ്ററും എല്ലാം കൊടുത്തിട്ടുണ്ട്. റിയർ ABS ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഓണെന്ന് കൊടുക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇത് നമുക്ക് ഓൺ ചെയ്തിടാനും ഓഫ് ചെയ്തിടാനും പറ്റും. അതുകൊണ്ടാണ് റിയർ ABS ഓൺ എന്ന് കാണിച്ചിരിക്കുന്നത്. സാധാരണ KTMൻ്റെ ഒരു നേച്ചറൊക്കെ അല്ല, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ നേച്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ABS വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനാണ് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഫ്യൂൽ കൺസംപ്ഷൻ അറിയാം, ടൈം, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നമ്മൾ ബ്ലൂടൂത്തൂടെ കണക്ട് ചെയ്തിട്ട് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10x10 നാവിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൂടെ അഡീഷണൽ ആയിട്ട് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ടൈം അറിയാം, എഞ്ചിൻ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലസ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാക്കിലോട്ട് പോലെ പറഞ്ഞു വരും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്ലസ്റ്റർ സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് സ്വിച്ചിലേക്ക് വരാം. നമുക്ക് എഞ്ചിൻ കിൽ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓൺ ആക്കാനുള്ള ബട്ടൺ താണ്ടെ നമ്മുടെ എഞ്ചിൻ കിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആക്സിലേറ്ററൊക്കെ വളരെ സ്മൂത്താണ്, രസമുണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേക്ക് സ്മൂത്താണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പറഞ്ഞല്ലോ നമ്മൾ ആൾറെഡി. ഇനി എഞ്ചിൻ ഒന്ന് ഓണാക്കാം നമുക്ക്. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ്. നോർമലി KTM കാണുന്ന പോലെ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് സ്വിച്ചിൻ്റെ ബഹളം. എല്ലാ കൺട്രോൾസും ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹോൺ. പിന്നെ നമ്മുടെ ഹസാർഡിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ലൈറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ സൈഡിൽ വരുന്നത്. ഇനി നമ്മുടെ കീ ഇവിടെ നോക്കാം നമുക്ക്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് കീ വരുന്നത്? സ്ലീക്കായിട്ടുള്ള ഒരു കീ. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഈ വണ്ടി നമ്മൾ എടുത്ത് ഹാൻഡിൽ ചെയ്യുമ്പോഴേ വലിയ വെയിറ്റും കാര്യങ്ങൾ 147 എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് വെയിറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് രസകരമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് സിറ്റി റൈഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ വെഹിക്കിൾ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് സാധനം. ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു വന്നപ്പോൾ അഴുക്കായതാണ്. മൊത്തം മഴയൊക്കെയാണ് ബാംഗ്ലൂരൊക്കെ. അപ്പോൾ അതുപോലെ ചേസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ചേസിൻ്റെ ഫ്രെയിമിൻ്റെ സൈസൊക്കെ കുറച്ച് പരീക്ഷണം നടത്തി കുറേ ചേഞ്ചസ് ഒക്കെ ചേസിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് തന്നെ 282 mm വലിപ്പമുണ്ട് ബാക്കിലെ ഡിസ്ക് ബ്രേക്കിന്. വീൽ സൈസ് ഫ്രണ്ടിൽ അതേ തന്നെ 17 ഇഞ്ച് തന്നെയാണ് ഫ്രണ്ടിലെ വീൽ സൈസ് വരുന്നത്. ടയർ പ്രൊഫൈൽ 140/60 വരും പ്രൊഫൈൽ വരുമ്പോൾ. അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ള ടയറാണ്. MRFൻ്റെ ടയറാണ് നമ്മുടെ ഈ ഒരു KTM ഈ ഒരു ഇതിൽ സീരീസിൽ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ബാക്കിൽ വരുമ്പോഴത്തേക്ക് പില്ലിയൻ ടയർ അത്യാവശ്യം ബിഗ്ഗറായിട്ടുള്ള സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് 2 പേർക്ക് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് നമുക്ക് LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാം ഹാൻഡിലും ആ ഒരു KTM സ്ട്രക്ചറിൽ തന്നെ ഗ്രാം ഹാൻഡിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിൻ ഇൻഡിക്കേറ്റർ കുറച്ചുകൂടെ നീണ്ട് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് സാരി ഗാർഡും കവേഴ്സും കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ വരുമ്പം ചെയിൻ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കവറും കാര്യങ്ങളൊന്നുമില്ല. നോർമലി ബേസിക്കായിട്ട് കാണുന്ന കവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലൈഫ് നമുക്ക് നമ്മുടെ ചെയിന് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ റേഡിയേറ്റർ സൈസ് ചെറുതാക്കിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ 200-ൽ കാണുന്ന അതേ സൈസ് റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ബാറ്ററിയുടെ കാര്യത്തിലാണ്. ബാറ്ററി നമുക്ക് 200-ലുള്ള സെയിം ബാറ്ററി തന്നെയാണ്. അപ്പം ബാറ്ററി ഇഷ്യൂ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വലിയൊരു ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൂളിംഗ് സിസ്റ്റത്തിലും യാതൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ബിഗ്ഗറായിട്ട് റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചിട്ടാണ് നന്ദി ഹിൽസിലേക്ക് എത്തിയത്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലം. അപ്പം ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് നന്ദി ഹിൽസ്. നമ്മുടെ മൂന്നാർ പോലെയൊക്കെ പറ്റിയൊരു സ്ഥലം. നമുക്ക് വണ്ടി ഓടിക്കുക. അത്യാവശ്യം നല്ല റോഡാണ് ഇവിടെ. അത്യാവശ്യം നല്ല റോഡിൽ ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് നമുക്കൊന്ന് പറയാം. അപ്പോൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്.
ഓടിച്ചപ്പോൾ തോന്നിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു 110 കിലോമീറ്റർ സ്പീഡൊക്കെ പോകാൻ പറ്റി. അതെൻ്റെ എനിക്ക് ഒരു എക്സ്ട്രീം സ്പീഡാണ്, മാക്സിമം ഇച്ചിരി ടൈം എടുത്ത് കിട്ടുന്നൊരു സ്പീഡാണത്. അപ്പോൾ ആ സ്പീഡിലും ഒരു ഹെവി വൈബ്രേഷൻസ് ഒന്നുമില്ല, ലൈറ്റ് വളരെ ലൈറ്റായിട്ട്, മിററൊന്നും വൈബ്രേറ്റ് ചെയ്യുന്നില്ല, മിററിൽ ആ വൈബ്രേഷൻസ് അറിയാനില്ല, അല്ല കയ്യിൽ ചെറുതായിട്ട് അറിയാൻ പറ്റത്തേ ഉള്ളൂ. ഒരു നോർമൽ സ്പീഡിൽ ഭയങ്കര അടിപൊളിയാണ് വണ്ടി, ഭയങ്കര കാമായിട്ട് ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്പോർട്സ് ഫീച്ചറൊക്കെയുള്ള ഒരു ബൈക്ക്. പിന്നെ ബ്രേക്കിംഗ് എടുത്തു പറയേണ്ട കാര്യമാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയാലും നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്, അത് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്യൂൽ എഫിഷ്യൻസിയും തെറ്റില്ല. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഓടിച്ചു, അപ്പോൾ നമ്മൾ ഇച്ചിരി മോശമായിട്ടൊക്കെ ഓടിച്ചുകൊണ്ടാണ് അത്ര ഫ്യൂൽ എഫിഷ്യൻസി, എങ്കിലും നല്ലൊരു സ്പീഡ്, കുറഞ്ഞ സ്പീഡിലൊക്കെ ഓടിച്ചപ്പം അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോർമൽ സ്പീഡിൽ നമ്മൾ 6 ഗിയറിൽ ഇട്ടിട്ട് ഒരു 45 താഴെയൊക്കെ വരുമ്പോഴേ നോക്ക് ചെയ്യുന്നുള്ളൂ. അതിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നോക്കിംഗ് ഒന്നുമില്ല. രസകരമാണ് ഓടിക്കാൻ, വലിയ പ്രശ്നമില്ല. പിന്നെ ഹാൻഡ്ലിങ് നല്ല രസമുണ്ട്, വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഓടിച്ചപ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ്. ഇത്രയൊക്കെയാണ് നമുക്ക് KTM ഡ്യൂക്ക് 160 കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ പ്രൈസ് 1,50,000 രൂപയാണ്. ഏകദേശം ഒരു റീസണബിൾ പ്രൈസ് ആണെന്ന് തന്നെ പറയാം. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓണത്തിന് നല്ല ഒരു ഓണസമ്മാനം തന്നെയാണ് ചെറുപ്പക്കാർക്കൊക്കെ നമ്മുടെ KTM തന്നിരിക്കുന്നത്. നല്ലൊരു റിലയബിൾ ബൈക്ക്, വളരെ അഗ്രസീവായിട്ട് ഇരിക്കാനും പറ്റും, വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാനും പറ്റും, അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. പോക്കറ്റ് പെട്ടെന്ന് കാര്യമാവത്തില്ല. സാധാരണ ഡ്യൂക്കൊക്കെ വരുമ്പോഴത്തേക്ക് മൈലേജ് കുറവാണ്, ഭയങ്കര പെർഫോമൻസ് ആണ് കൂടുതൽ. ഇത് പെർഫോമൻസ് ഉണ്ട് താനും, എങ്കിൽ മൈലേജും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു വീട്ടുകാർക്ക് പേടിക്കാതെ മേടിച്ച് തരാൻ പറ്റുന്നൊരു ബൈക്ക്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 160 കുറിച്ച് പറയാം. ഇപ്പോൾ ഇത്രയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് കാര്യം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. താങ്ക് യു.